ഇന്ന് വരെ ഒരാളോട് വന്നിട്ട് എൻ്റെ പ്രോഗ്രാമിൽ വാ, അല്ലെങ്കിൽ എൻ്റെ പ്രോഗ്രാമിന് പൈസ തന്ന് ചേര്, എടവേ നിന്റെ പൈസ എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരാളോട്. ഇതൊരു സിസ്റ്റമാണ്. ഇതിന് ടെക്നിക്കൽ ടീമുണ്ട്. അവരാണ് യൂട്യൂബിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതൊരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിന്റെ കോഴ്സുകളൊക്കെ അവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. യൂട്യൂബിൽ പറഞ്ഞത് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. സോൾമേറ്റ്സ് നമ്മളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു വിഷയമാണ് സോൾമേറ്റ്സ്. ബന്ധങ്ങൾ പലപ്പോഴും മനുഷ്യനെ വേദനിപ്പിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളായിരിക്കും പലപ്പോഴും നിങ്ങൾക്ക് വേദന നൽകുന്നത്. അടുത്ത ഒരാളെ പോലെ നിങ്ങൾ ആരും നിയന്ത്രിക്കുന്നുണ്ടാവില്ല. അടുത്ത ഒരാളെ പോലെ നിങ്ങളുടെ മുറിവുകൾ വേറെ ആരും വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടാവും, ഇതാണോ സ്നേഹം? എന്തുകൊണ്ടാണ് എന്നെ ഇത് വേദനിപ്പിക്കുന്നത്? അവിടെയാണ് സത്യം, നിഗൂഢമായ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഓരോ ബന്ധങ്ങളും നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന, നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ ബന്ധങ്ങളും ദൈവികമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, അത് സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത കാര്യമല്ല. അവ നിങ്ങളെ ബോധത്തിലേട്ട് കൊണ്ടുവരാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ആ രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കി. എപ്പോഴും നിങ്ങൾ മറ്റാരോ സൃഷ്ടിച്ച ഫ്രെയിമിൽ നിന്ന് ചിന്തിക്കാതെ നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചു നോക്ക്. നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചു നോക്ക്. എല്ലാവരും പറയുന്നത്, ആ സമൂഹം പറയുന്നത് മാത്രം ചിന്തിക്കാതെ, നിങ്ങൾക്ക് ധൈര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചു നോക്ക്. ബന്ധങ്ങൾ നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായും സന്തോഷിപ്പിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതല്ല. അവ നിങ്ങളെ ബോധവാന്മാരാക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. യഥാർത്ഥത്തിൽ സോൾമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സോൾമേറ്റ് നിങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്ന ഒരാളല്ല. ഒരു സോൾമേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അബോധാവസ്ഥയിലുള്ള പാറ്റേണിനെ സജീവമാക്കുന്ന ഒരാളാണ്. അബോധാവസ്ഥയിലുള്ള പാറ്റേണുകളെ സജീവമാക്കുന്ന ഒരാളാണ്.